അതെ, ഇന്ന് ഞാൻ കക്ക റോസ്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഫ്രൈ ചെയ്യാതെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. സംഭവം വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒപ്പം തന്നെ പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായി അങ്ങോട്ട് വഴന്ന് വരട്ടെ കേട്ടോ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വേറെ ചീനിച്ചട്ടിയിൽ ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കക്ക ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മസാല നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ആ മസാലയിലേക്ക് നമുക്ക് കുറച്ച് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം വഴറ്റി തക്കാളി ഉടഞ്ഞ് വരണ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. മസാലയിലേക്ക് നമുക്ക് വേവിച്ച കക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ വേവിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിരുന്നത്, നിങ്ങൾക്ക് കണ്ടല്ലോ. ഇനി നമുക്കിതുപോലെ ഫ്രൈ ചെയ്തിട്ടും ഇതേ മസാലയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. താങ്ക്